Hi friends, welcome back to my channel, your online teacher. നമ്മൾ എക്കണോമിക്സിലെ കുറച്ച് VIP ക്വസ്റ്റ്യൻസ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. ഇടയ്ക്കേ വരാറുള്ളൂ, വന്നു കഴിഞ്ഞാൽ നമ്മുടെ A+ന് ഇത് ബാധിക്കും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ ഇത്തവണ മോഡലിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. മോഡലിന് വന്ന ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ പോലും ഇനി റിപ്പീറ്റ് ചെയ്യില്ല എന്നൊന്നുമില്ല. എക്സാക്ട് സെയിം ക്വസ്റ്റ്യൻസ് ഒക്കെ കുറേ റിപ്പീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചിട്ട് പോകണം. സോ ക്വസ്റ്റ്യൻ നോക്കാം. എ പേഴ്സൺ ഡെപ്പോസിറ്റ്സ് ₹10,000. പിന്നെ മക്കളെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വീഡിയോയുടെ വരില്ല കേട്ടോ. ഒരു ദിവസം 3-ലധികം വീഡിയോസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് പുതിയ വീഡിയോ വന്നോന്ന് ചാനൽ പേജ് കയറി നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒത്തിരി വീഡിയോസ് വരുന്നുണ്ട്. ഓക്കെ, നോക്കാം. ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു? 10,000 രൂപ ബാങ്ക് നിക്ഷേപിക്കുന്നു. ബാങ്ക് 20% ഡിപ്പോസിറ്റിൻ്റെ 20% ക്യാഷ് റിസർവ് റേഷ്യോ, അതായത് കരുതൽ ധനാനുപാതമായിട്ട് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. വിച്ച് മീൻസ് CRR എന്ന് പറയുന്നത് 20% ആണ്. 20% എന്ന് പറഞ്ഞാൽ 20/100. 20/100 എന്ന് പറഞ്ഞാൽ 0.20. എല്ലാം സെയിം തന്നെയാണ്. ഓക്കെ, നമ്മളോട് സിമ്പിൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയും അയ്യോ ബാലൻസ് ഷീറ്റ് ഔട്ട് ഓഫ് സിലബസ് നമ്മൾ പഠിച്ചിട്ടില്ല. അങ്ങനെയല്ല, നിങ്ങൾക്ക് ഈ CRRനെ പറ്റിയിട്ട് എത്രത്തോളം ഡീപ്പായിട്ട് അറിയാം എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ 10,000 രൂപ ഒരു വ്യക്തി ഒരു ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ബാങ്കിൻ്റെ ലയബിലിറ്റി എത്രയാണ്? 10,000 ആണ് ബാങ്കിൻ്റെ ലയബിലിറ്റി. കാരണം അയാൾക്ക് എന്തെങ്കിലും അയാൾ ചോദിക്കുമ്പോൾ 10,000 രൂപ തിരിച്ചു കൊടുക്കണം. അപ്പോൾ അത് ബാങ്കിൻ്റെ ലയബിലിറ്റിയാണ്. അപ്പോൾ ലയബിലിറ്റി നമുക്ക് ബാലൻസ് ഷീറ്റിൽ എഴുതാൻ കിട്ടി. ഇനി ഈ 10,000 എടുത്തിട്ടാണ് ബാങ്ക് എന്ത് ചെയ്യുക? ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പണം എടുത്തല്ലേ ബാങ്ക് അത് വേറെ ആൾക്ക് ലോൺ കൊടുക്കുന്നത്. സോ ഈ 10,000 എടുത്തിട്ടാണ് ലോൺ കൊടുക്കുക. പക്ഷേ 10,000-ൻ്റെ 20% CRR വയ്ക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 2,000 രൂപ റിസർവ് ആക്കി മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള 8,000 രൂപയാണ് എന്തായിട്ട് കൊടുക്കാൻ പാടുള്ളൂ? ലോണായിട്ട് കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് അർത്ഥം. റിസർവ് ബാങ്കിന് എന്താണ്? റിസർവ് ബാങ്കിന് റിസർവ് ആക്കി വയ്ക്കുന്നത് എന്താണ്? റിസർവ് എന്ന് പറയുന്നത് ബാങ്കിൻ്റെ അസറ്റ് സൈഡിൽ എഴുതും. റിസർവ് ആക്കി മാറ്റി വെച്ചേക്കാണ്. ഓക്കെ, മാറ്റി വെച്ചേക്കാണ്. പിന്നെ അതുപോലെ തന്നെ ഈ 8,000 രൂപ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ബാങ്കിന് അസറ്റാണ് അല്ലേ? ഈ 8,000 ലോൺ, കാര്യം ലോണാണ്, പക്ഷെ നമുക്ക് കിട്ടുന്ന ലോണാണ്, ബാങ്ക് കൊടുക്കുന്ന ലോണല്ലേ. അപ്പോൾ ബാങ്കിനെ സംബന്ധിച്ച് അതെന്താണ്? ഈ 8,000 ഈ 2,000 രൂപയും അസറ്റാണ്. അപ്പോൾ അസറ്റും ലയബിലിറ്റിയും കിട്ടിക്കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇതാ സിമ്പിൾ ഹെഡിങ് കൊടുക്കണേ, ബാലൻസ് ഷീറ്റ് ഓഫ് ബാങ്ക് എന്നൊക്കെ ഹെഡിങ് കൊടുക്കുക. ഇവിടെ ഇതാണ് മോഡലിൽ വന്ന ചോദ്യം. മിക്കവരും ആൻസർ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചോ. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ലയബിലിറ്റീസ് കാണിക്കുക. എമൗണ്ട്, അസറ്റ്സ്, എമൗണ്ട്. ബാങ്കിൻ്റെ ലയബിലിറ്റി എത്ര രൂപയാണ് അയാൾ ഡെപ്പോസിറ്റ് ചെയ്തത്? 10,000. സോ ലയബിലിറ്റി 10,000. അസറ്റ് സൈഡിൽ റിസർവ് എത്രയുണ്ട്? റിസർവ് 2,000 രൂപ മാറ്റി വെച്ചത്. പിന്നെ ലോണായിട്ട് എത്ര കൊടുത്തിട്ടുണ്ട്? 8,000 കൊടുത്തിട്ടുണ്ട്. താലിയായില്ലേ? ഇവിടെയും 10,000, ഇവിടെയും 10,000. അത്രയേ ഉള്ളൊരു സിമ്പിൾ ബാലൻസ് ഷീറ്റ് കേട്ടോ. ഇത് നമ്മളോട് എന്തുകൂടി പറഞ്ഞിട്ടുണ്ട്? കാൽക്കുലേറ്റ് മണി മൾട്ടിപ്ലയർ. മണി മൾട്ടിപ്ലയർ കണ്ടുപിടിക്കാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. മണി മൾട്ടിപ്ലയർ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ഞാൻ ഓൾറെഡി നിങ്ങളെ പ്രോബ്ലം ക്വസ്റ്റ്യൻസ്, ഈ 7 ചോദ്യം ഇല്ലാത്തൊരു ചോദ്യപേപ്പർ ഇല്ലയെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇതിന് തൊട്ട് മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ മണി മൾട്ടിപ്ലയർ കാണാൻ പഠിച്ചിരുന്നു. മണി മൾട്ടിപ്ലയർ കാണുന്നത് എങ്ങനെയാണ്? മണി മൾട്ടിപ്ലയർ ഈക്വൽ 1/CRR അല്ലേ? സോ 1/0.20 എത്രയാണ്? 1/0.20. 1/0.20 എന്ന് പറഞ്ഞാൽ 5 ആണ്. അത് 5 ടൈംസ് അത് മൾട്ടിപ്ലൈ ചെയ്യുന്ന അർത്ഥം. വിച്ച് മീൻസ് ഇവിടെ 10,000 രൂപ ഒരാൾ ഡെപ്പോസിറ്റ് ചെയ്താൽ 10,000 × 5 50,000 രൂപയാകും ടോട്ടൽ മണി എന്നതാണ്. ടോട്ടൽ മണി സപ്ലൈ എന്ന് പറയുന്നത് 50,000 രൂപയായിട്ട് മാറും, അല്ലെങ്കിൽ ടോട്ടൽ മണി ക്രിയേറ്റഡ് എന്ന് പറയുന്നത് 50,000 രൂപയായിട്ട് മാറും എന്നാണ് അർത്ഥം. ടോട്ടൽ മണി ക്രിയേറ്റഡ് 50,000. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഗിവൻ ദ കൺസംഷൻ ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. C = 200 + 0.85, I = 300. ഇക്വിലിബ്രിയം ഇൻകം കാണും. ഇതൊക്കെ നിങ്ങൾ ചിലപ്പോൾ സ്കിപ്പ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും, പക്ഷെ അത് മണ്ടത്തരമാണ്. ഭയങ്കര എളുപ്പം ഈ ചോദ്യം. C = C bar + CY എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഫോമിലാണ് ഇത് ഇരിക്കുന്നത്. C =
200 പ്ലസ് 0.8y എന്നുള്ളത്. ഓക്കെ, ഇക്വിലിബ്രിയം ഇൻകം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? സി ബാർ പ്ലസ് ഐ ബാർ ഡിവൈഡഡ് ബൈ 1 മൈനസ് സി ആണ്. സി ബാർ ഇതിൽ സി ബാറിന് തൊട്ട് താഴെ എമൗണ്ട് എത്ര? 200 പ്ലസ് ഐ ബാർ. ക്വസ്റ്റ്യനിൽ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ടോ? ഇൻവെസ്റ്റ്മെൻറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ഐ ബാർ ദേ തന്നിട്ടുണ്ട് 300. ഐ ഈക്വൽ 300 ഡിവൈഡഡ് ബൈ 1 മൈനസ് സി. സി എത്ര? 0.8 വിച്ച് മീൻസ് 500 ഡിവൈഡഡ് ബൈ 0.2 ചെയ്താൽ ഇക്വിലിബ്രിയം ഇൻകം കിട്ടും. എത്ര വരും? 0.2 ചെയ്യുമ്പോൾ 2500 ആണ് എന്ത് വരുന്നത്? ഇക്വിലിബ്രിയം ഇൻകം വരുന്നത്. ഓക്കെ, ഇക്വിലിബ്രിയം ഇൻകം നമുക്ക് 2500 ആണ് ഇക്വിലിബ്രിയം ഇൻകം കിട്ടുന്നത്. അപ്പോൾ ഇക്വിലിബ്രിയം ഇൻകം നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്തതായിട്ട് നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താണ്? നമ്മളോട് ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ഗ്രാഫ് വരയ്ക്കാമല്ലോ. നോക്കാം ഗ്രാഫ് എങ്ങനെ വരയ്ക്കുന്നത് എന്നുള്ളത്. പ്രിപ്പയർ എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡിറ്റർമിനേഷൻ ഓഫ് ഇക്വിലിബ്രിയം ഇൻകം. നോക്കുക കേട്ടോ, സിമ്പിളാണ്. ആദ്യം നമ്മൾ y ആക്സിസ് വരച്ചു, x ആക്സിസ് വരച്ചു. ഇവിടെയാണ് നമ്മൾ എന്ത് കാണിക്കുന്നത്? അഗ്രിഗേറ്റ് ഡിമാൻഡും അഗ്രിഗേറ്റ് സപ്ലൈയും കാണിക്കാം. ഇവിടെയാണ് നമ്മൾ എന്ത് കാണിക്കുക? y, അതായത് ഇൻകം കാണിക്കുക. y ആക്സിസ് എന്നല്ല, ഇൻകം കാണിക്കുക. ഇവിടെ 0. ദെൻ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു 45 ഡിഗ്രിയിൽ ഒരു ലൈൻ വരയ്ക്കുക. 45 ഡിഗ്രിയിൽ വെറുതെ ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു ചെരുവിൽ വരച്ചാൽ മതി. ഇതാണ് അഗ്രിഗേറ്റ് സപ്ലൈ കർവ്. ഇനി ഇങ്ങനെ ചരിച്ചൊരു ലൈൻ വരച്ചാൽ അതാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ്. ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടി താഴേക്ക് ഒരു ലൈൻ വരച്ചാൽ അതാണ്, രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന പോയിൻ്റാണ് ഇക്വിലിബ്രിയം പോയിൻ്റ്. അവിടുന്ന് താഴേക്ക് ലൈൻ വരച്ചാൽ നമുക്ക് കിട്ടുന്ന ഈ പോയിന്റിലാണ് ഇക്വിലിബ്രിയം ഇൻകം ഉള്ളത്. ഇത്രയേ ഉള്ളൂ. സിമ്പിളല്ലേ? ഓക്കെ, മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കും. ഇങ്ങനെ ഒരു ചോദ്യം നമ്മൾ പഠിച്ചിട്ടേ ഇല്ല അല്ലേ? ലെറ്റ്സ് കൺസിഡർ 3 ഫോംസ് ഇൻ എൻ എക്കോണമി. ഔട്ട്പുട്ട് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. നമ്മളോട് വാല്യൂ ആഡഡ്, കൂട്ടിച്ചേർത്ത മൂല്യം കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് ഭയങ്കര സിമ്പിൾ, ഇങ്ങനെ ഓർത്താൽ മതി. ടോട്ടൽ പ്രൊഡക്ഷൻ, ഇൻ്റർമീഡിയറ്റ് വാല്യൂ ഗുഡ്സ് യൂസ്ഡ്, ദെൻ വാല്യൂ ആഡഡ്. അതായത് 300 രൂപയുടെ അതായത് ഇങ്ങനെ ഇത് മനസ്സിലാക്കണം കേട്ടോ, ശ്രദ്ധിക്കുക. 1 രൂപയും ചിലവില്ലാതെ ഇൻ്റർമീഡിയറ്റ് വാല്യൂ ഓഫ് ഗുഡ്സ് ഉണ്ടോ, അതിന് നമ്മൾ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഒരു സാധനം എടുക്കാൻ നമുക്ക് പൈസയേ ആയില്ല. അത് 300 രൂപക്കാണ് നമ്മൾ വിറ്റെങ്കിൽ അവിടുത്തെ വാല്യൂ ആഡ് എത്രയാണ്? അധികം കൂട്ടിച്ചേർന്ന മൂല്യം എത്രയാണ്? 300. അത്രേ ഉള്ളൂ. 100 രൂപയുടെ സാധനം 100 രൂപയുടെ സാധനം എടുത്ത് നമ്മൾ 400 രൂപയുടെ സാധനം ഉണ്ടാക്കി വിറ്റു. അങ്ങനെയാണ് ടോട്ടൽ പ്രൊഡക്ഷൻ. അപ്പോൾ അവിടെ എത്ര രൂപ അതിലേക്ക് കൂട്ടിച്ചേർന്നിട്ടുണ്ട്? 400 മൈനസ് 100 300. 200 രൂപയുടെ സാധനം നമ്മൾ എല്ലാം ഉണ്ടാക്കി പ്രോസസ്സൊക്കെ കഴിഞ്ഞ് 1000 രൂപയ്ക്ക് വിറ്റു എന്ന് പറഞ്ഞാൽ അവിടെ കൂട്ടിച്ചേർത്ത വാല്യൂ എത്രയാണ്? 800 രൂപ. സോ അതാണ് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത് കേട്ടോ. വാല്യൂ ആഡഡ് എത്ര വരുന്നത്? നമുക്ക് ലാസ്റ്റ് 800 വരുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നമുക്ക് ഇതുവരെ എക്സാമ്പിളിലൊന്നും വന്നിട്ടുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ കുറച്ച് വെറൈറ്റി ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കണം കേട്ടോ. അപ്പോൾ വാല്യൂ ആഡഡ് നമുക്ക് കിട്ടി 800 രൂപ. ഇനി ഇതിൽ GDP കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഈ വാല്യൂ ആഡ് ചെയ്താൽ മതി. പ്രൊഡക്റ്റ് മെത്തേഡ് നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചതാണ്. ടോട്ടൽ ഓഫ് GVA ഗ്രോസ് വാല്യൂ ആഡഡ്. സോ 300 + 300 + 800 എത്ര വരും? 1400 ആയിരിക്കും GDP കേട്ടോ. ഇനി ഒരു കൺസ്യൂമറിൻ്റെ, ഒരു ഉപഭോക്താവിൻ്റെ വരുമാനം വർദ്ധിക്കുമ്പോൾ സാധാരണ വസ്തുക്കളുടെ ചോദനവും വർദ്ധിക്കും, ഡിമാൻഡും വർദ്ധിക്കും. അങ്ങനെ വരുമ്പോൾ വാട്ട് വിൽ ബി ഇറ്റ്സ് ഇഫക്റ്റ് ഓൺ ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി? ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റിയിൽ എന്ത് മാറ്റം ഇത് ഉണ്ടാക്കുന്നത്? അത് ആദ്യം അപ്പോൾ നമ്മൾ വരയ്ക്കണം. ഗ്രാഫ് വരച്ചാലേ നമുക്ക് കിട്ടുള്ളൂ. ഇത് ഡിമാൻഡ് കർവ്, ഇത് സപ്ലൈ കർവ്. ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടി പഴയ ഇക്വിലിബ്രിയം. ഇതായിരുന്നു ആദ്യത്തെ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി, ഇതായിരുന്നു ആദ്യത്തെ ഇക്വിലിബ്രിയം പ്രൈസ്. അങ്ങനെ ഇരിക്കാതെ എന്തിലാ മാറ്റം വന്നത്? ഡിമാൻഡ് ഫോർ നോർമൽ ഗുഡ്സ്. അതെന്താ? ഫാക്ടേഴ്സ് അതർ ദാൻ പ്രൈസാണ്. ഫാക്ടേഴ്സ് അതർ ദാൻ പ്രൈസിൽ ഒരു മാറ്റം, ഫേവറബിൾ മാറ്റം വരുമ്പോൾ ഡിമാൻഡ് കർവ് എന്താ ചെയ്യുക? ഷിഫ്റ്റാ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരും. പുതിയ ഡിമാൻഡ് കർവ് ഇവിടെ വരും, D1. പുതിയ ഡിമാൻഡ് കർവും പഴയ സപ്ലൈ കർവും കൂടി കൂട്ടിമുട്ടി പോയിനും താഴേക്ക് ഒരു ലൈൻ വരച്ചേ. അപ്പോൾ പുതിയ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി കിട്ടി. ഇങ്ങോട്ട് വരയ്ക്കുമ്പോൾ
പുതിയ ഇക്വിലിബ്രിയം പ്രൈസും കിട്ടി. എന്താ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ? ഇക്വിലിബ്രിയം പ്രൈസ് ഇവിടെ നിന്ന് ഇങ്ങോട്ടായില്ലേ. സോ ഇക്വിലിബ്രിയം പ്രൈസ് ഇൻക്രീസസ്. അതുപോലെ തന്നെ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിക്കും എന്ത് പറ്റി? ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഇൻക്രീസസ്. ഇക്വിലിബ്രിയം പ്രൈസും കൂടി, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും കൂടി. ഇത് വരച്ച് നോക്കിയാൽ മാത്രം നമുക്ക് കിട്ടുള്ളൂ. വരച്ച് നോക്കണമെങ്കിൽ എന്ത് വേണം? വരയ്ക്കാൻ നമുക്കറിയണം അല്ലേ? വരയ്ക്കാൻ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ക്ലാസ് കൃത്യമായിട്ട് കണ്ട് പഠിക്കണം. ഓക്കെ ഇനി നമ്മുടെ 5ാമത്തെ ചോദ്യം കേട്ടോ. 5ാമത്തെ ചോദ്യമാണ്. ഇതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു ചോദ്യവും നമ്മൾ പഠിച്ചിട്ടില്ല അല്ലേ? റവന്യൂ റെസിപ്റ്റും ക്യാപിറ്റൽ റെസിപ്റ്റും അതിങ്ങനെ ഓർത്താൽ മതി. റവന്യൂ റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിന് എന്തുണ്ട്? ഗവൺമെൻറ്റിന് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇൻകം ടാക്സ് ഗവൺമെൻറ്റിന് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നതല്ലേ. അപ്പോൾ അത് റവന്യൂ റെസിപ്റ്റാണ്. ഇങ്ങോട്ടേക്ക് എടുത്തെഴുതണം. ഞാൻ അപ്പോൾ ഷോർട്ടാക്കി 500 എഴുതിയിട്ടുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഫീസ് ആൻഡ് ഫൈൻസ് എപ്പോഴും ഗവൺമെൻറ് കിട്ടുന്നതല്ലേ. അപ്പോൾ ആ 200 ഇവിടെ വരും. ദെൻ റിക്കവറി ഓഫ് ലോൺ ആയിട്ട് 100 കോടി രൂപ കിട്ടി. അതൊക്കെ വല്ലപ്പോഴും നടക്കുന്നതാണ്. RBIയുടെ അടുത്ത് 400 കോടി രൂപ കടം മേടിച്ചു. അതും വല്ലപ്പോഴും നടക്കുന്നതാണ്. അപ്പോൾ റവന്യൂ റെസിപ്റ്റിൻ്റെ ടോട്ടൽ എത്ര? 700. ക്യാപിറ്റൽ റെസിപ്റ്റിൻ്റെ ടോട്ടൽ എത്ര? 500. സോ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു 5 ചോദ്യങ്ങൾ നമ്മൾ വളരെ ഈസി ആയിട്ട് ഇവിടെ നമ്മൾ പഠിച്ചു. 3, 4, 5 ചോദ്യങ്ങൾ പഠിച്ചു. ഈ VIP ക്വസ്റ്റ്യൻസ് പഠിക്കാതെ പോകരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് അയച്ചു കൊടുക്കുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്